നമസ്കാരം. മുകൾ തട്ട് മുതൽ താഴെ വരെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ CPM-നെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം. തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചുവരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഉൾപ്പെടെ സൂചിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കരുവന്നൂരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നു എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം. തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായി. ജനങ്ങളുടെ രാഷ്ട്രീയ താൽപര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. അതേസമയം പാർട്ടി യോഗങ്ങളിൽ ശക്തമായ വിമർശനം ഉയർന്നിട്ടും നവകേരള ബസിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ DYFI SFI പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിച്ചു. താൻ കണ്ട കാര്യമാണ് പറഞ്ഞത്, അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയുമെന്നാണ് രോഷത്തോടെ മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിപക്ഷം അത് തുടരൂ എന്ന് ഡെസ്കിൽ തട്ടി പ്രോത്സാഹിപ്പിച്ചു. ഭരണപക്ഷാംഗങ്ങളോട് നിങ്ങൾ കൈയടിക്കുന്നില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, വേണ്ട സമയത്ത് അവർ കൈയടിച്ചോളും, നിങ്ങൾ പറഞ്ഞിട്ട് കൈയടിക്കേണ്ടവരല്ല അവർ എന്നാണ്. പിന്നാലെ ഭരണപക്ഷം കൈയടിയും തുടങ്ങി. നവകേരള ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന്. അല്ലെന്നാണ് കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതെന്ന് VD സതീശൻ പറഞ്ഞപ്പോൾ താൻ മഹാരാജാവൊന്നുമല്ല, ജനങ്ങളുടെ ദാസനാണ്, എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണെന്നാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. ഏതായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്നുള്ള കടുത്ത ഉൾപാർട്ടി വിമർശനങ്ങളുടെ ദിശ മുഖ്യമന്ത്രിയിലേക്കും സർക്കാരിലേക്കുമാണ് തിരിയുന്നത്. ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴച്ചതും തോൽവിക്ക് ആക്കം കൂട്ടിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഈ രണ്ട് വിലയിരുത്തലുകളും തറയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാർ മിക്ക മേഖലകളിലും പരാജയപ്പെട്ടു എന്ന നിഗമനം കേന്ദ്ര, സംസ്ഥാന, ജില്ലാ കമ്മിറ്റികളിലെ ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നു. 2016 അധികാരമേറ്റ ശേഷം പിണറായി ഇതുപോലെ പാർട്ടിക്കകത്ത് വിചാരണ ചെയ്യപ്പെട്ട ഘട്ടം ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ പ്രവർത്തനത്തിലെ മാറ്റം മാത്രം ആലോചിക്കാനായി ഈ മാസം 21, 22 തീയതികളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ മുഖം മിനുക്കാനായി മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തുന്നത് ഇടതുശൈലി അല്ലെന്ന അഭിപ്രായത്തിലാണ് മുഖ്യമന്ത്രി. സർക്കാരിന്റെ പാളിച്ചകൾക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കും എതിരെ രണ്ടും കൽപ്പിച്ചുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ അമ്പരപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ വ്യക്തികളും ഘടകങ്ങളും തിരുത്തലിന് തയ്യാറാകണമെന്ന് നിഷ്കർഷിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലി ഉദ്ദേശിച്ചാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് നടന്നത്. സംസ്ഥാന നേതൃത്വം ഒതുക്കി പറയാൻ ശ്രമിച്ചത് മേഖലാ റിപ്പോർട്ടിംഗിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും തുറന്നു പറഞ്ഞത് ഇനിയും ഇങ്ങനെ തുടരാനാകില്ല എന്ന പോളിറ്റ് ബ്യൂറോയുടെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. PBയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഇക്കാലയളവിൽ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരുന്നെങ്കിൽ ഇനി അതിൽ മാറ്റം വന്നേക്കാമെന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. PB അംഗം A വിജയരാഘവൻ പാർട്ടി യോഗത്തിലും കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പുറത്തും നടത്തിയ വിമർശനങ്ങൾ സംസ്ഥാനത്തെ ഉന്നത നേതാക്കളുടെ അമർഷത്തിന്റെ പ്രതിഫലനമാണ്.